നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻ കോൺഗ്രസ് നേതാവ് NK സുധീർ BJPയിലേക്ക്. സുധീർ തൃണമൂൽ വിട്ടു. പാർട്ടി വിടുന്ന കാര്യം PV അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നെന്ന് NK സുധീർ. ദേശീയ പണിമുടക്ക്. ഐക്യദാർഢ്യവുമായി റെയിൽവേ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. ഷൊർണൂരിൽ പ്രകടനവും പൊതുയോഗവും. അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച 6 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ ആരവ്. വടനംകുറിശി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരവ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് ഷാഫി പറമ്പിൽ MP. അവാർഡ് സമർപ്പണം നടന്നത് തൃശൂർ സ്നേഹതീരം കടപ്പുറത്ത് വെച്ച്. വാർത്തകൾ വിശദമായി. മുൻ കോൺഗ്രസ് നേതാവ് NK സുധീർ BJPയിലേക്ക്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് PV അൻവറിന്റെ പാർട്ടിക്കായി സുധീർ മത്സരിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസ് തൃശൂർ ജില്ലാ കോർഡിനേറ്ററാണ്. പാർട്ടി വിടുന്ന കാര്യം അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നെന്ന് NK സുധീർ പറഞ്ഞു. PV അൻവറിന് ഇനി UDFിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് NK സുധീർ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദുർബല വിഭാഗങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ഇക്കാരണത്താലാണ് അൻവറിൻ്റെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. അൻവർ പാവപ്പെട്ടവരോട് ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണെന്നും സുധീർ പറഞ്ഞു. BJPയിൽ ചേരാനാണ് തൻ്റെ തീരുമാനം. നേതാക്കളുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്. രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ BJPക്കൊപ്പം നിൽക്കണമെന്ന് NK സുധീർ തൃശ്ശൂരിൽ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം സംസാരിച്ചിരുന്നു, ഞാൻ മിക്കവാറും പാർട്ടി വിടാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, എന്താ അങ്ങനെ ഒരു തീരുമാനം? ഞാൻ പറഞ്ഞു, ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ദുർബല ജനവിഭാഗങ്ങളെ രക്ഷിക്കാൻ ഈ പാർട്ടിയിൽ നിന്ന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പ്രത്യേകിച്ചും ഞാനൊക്കെ UDFിലേക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരാളാണ്. UDFിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ പഴയ കോൺഗ്രസ്സുകാരോട് അല്ല നേതാക്കളോടൊക്കെ ഒരു വലിയ അടുപ്പം ഉള്ളൊരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് അവരോട് സഹകരിച്ച് പോകാൻ കഴിയുമെന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിന് അടഞ്ഞ അധ്യായമായെന്നാണ് എനിക്ക് മനസ്സിലായത്. UDFിലേക്ക് അൻവറിന് വരാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും പാവപ്പെട്ട ജനവിഭാഗങ്ങളോട് ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം UDF എടുക്കേണ്ടതാണ്. പക്ഷേ എന്തോ ചെറിയ കാരണങ്ങളാൽ UDF എടുക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അൻവറിന്റെ UDF പ്രവേശം നടക്കാതെ പോയതാണോ താങ്കൾ പാർട്ടി വിടാനുള്ള കാരണം? അല്ല, UDFിൽ വരണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ മുഴുവൻ ഈ തൃണമൂൽ കോൺഗ്രസ് നിൽക്കുന്ന പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും. പക്ഷേ അതിലേക്ക് വരുന്നില്ല കാര്യങ്ങൾ. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അടുത്തെന്താ പരിപാടി? ഞാൻ മിക്കവാറും BJPയിൽ ചേരാൻ സാധ്യതയുണ്ട്. ചർച്ചകൾ കഴിഞ്ഞിട്ടൊന്നുമില്ല, ചർച്ചകൾ തുടങ്ങാൻ പോകണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആരടുത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്? സംസ്ഥാന പ്രസിഡന്റോടും അതുപോലെ അതിനെ ബന്ധപ്പെട്ട അധികാരികളോടും പറഞ്ഞിരുന്നു. ഒരു ഓഫറുമില്ല, ഒരു കണ്ടീഷൻസും ഇല്ലാതെയാണ് ഞാൻ BJPയിൽ ചേരുന്നത്. ഈ BJPയുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. കാരണം അതിർത്തി കടന്നുള്ള ഭീകരവാദം നമ്മുടെ രാജ്യത്തെ തളർത്തുകയാണ്. ഈ സമയത്താണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യുണൈറ്റഡായിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ നൽകേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ്. സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞ പ്രതികരണം എന്തായിരുന്നു? സംസ്ഥാനം അങ്ങനെ എനിക്ക് BJP ചേരണം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവോട് സംസാരിച്ചിട്ടില്ല. തീർച്ചയായും അനുകൂല നിലപാടാണ് അവരുടെ. അമിത്ഷാ വരുമ്പോൾ ഈ 13-ാം തീയതി അമിത്ഷാ വരുന്നുണ്ട്, അന്ന് ചേരാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ 13-ാം തീയതി മിക്കവാറും മെമ്പർഷിപ്പ് എടുക്കാൻ സാധ്യതയുണ്ട്. അമിത്ഷായുടെ കയ്യിൽ നിന്നാണോ? മിക്കവാറും അമിത്ഷായുടെ കയ്യിൽ നിന്നായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ ആരവാണ് മരിച്ചത്. വടനംകുറിശി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നലെ വൈകിട്ട് വീടിനു മുന്നിലാണ് അപകടം. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നു പുലർച്ചെ കുട്ടി മരണപ്പെടുകയായിരുന്നു. ജൂലൈ 9 ദേശീയ പണിമുടക്കിന് റെയിൽവേ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ ഐക്യദാർഢ്യം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമിതി പ്രകടനവും പൊതുയോഗവും നടത്തി. റെയിൽവേ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്ന സ്വകാര്യവൽക്കരണ നയത്തിൽ നിന്ന് പിന്മാറുക, മിനിമം വേതനം 26,000 രൂപയായി നിജപ്പെടുത്തുക, കാർഷിക വിളകൾക്ക് ന്യായമായി താങ്ങുവില പ്രഖ്യാപിക്കുക,
എല്ലാ തസ്തികകളിലുമുള്ള ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ 9 ദേശീയ പണിമുടക്ക്. പ്രകടനത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് റെയിൽവേ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമിതി നടത്തിയ പൊതുയോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ കാറ്ററിംഗ് ആൻഡ് കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ND ദിൻഷാദ് അധ്യക്ഷത വഹിച്ചു. AILRSA ഡിവിഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK കേശവൻ, DRU ഡിവിഷൻ പ്രസിഡന്റ് P രഘുനാഥ്, ബ്രാഞ്ച് പ്രസിഡന്റ് T രാജേഷ്, DRPU ഡിവിഷൻ സെക്രട്ടറി R മണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കടലിന്റെ പാട്ടിൽ ആവേശം അലയടിച്ച തൃശൂർ സ്നേഹതീരം കടപ്പുറത്ത് പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഷാഫി പറമ്പിൽ MP ആണ് പുരസ്കാരം കൈമാറിയത്. തുക ലൈബ്രറിക്ക് പുസ്തകം വാങ്ങാൻ തന്റെ സംഭാവനയായി ചടങ്ങിൽ വെച്ചതിന് വേടൻ TN പ്രതാപന് കൈമാറി. പ്രഥമ പ്രിയദർശിനി പുരസ്കാരം ഷാഫി പറമ്പിൽ MP സമ്മാനിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് പുരസ്കാരം സമ്മാനിച്ച ഷാഫി പറമ്പിൽ MP പറഞ്ഞു. വേടന്റെ പാട്ടിനെ ആര് വെട്ടിമാറ്റിയാലും ലക്ഷക്കണക്കിന് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ നിന്നും വേടനെ വെട്ടിമാറ്റാൻ ആർക്കും കഴിയില്ലെന്നും MP പറഞ്ഞു. ഒരു വിസ്മയത്തോടെയാണ് നമ്മളിലെല്ലാവരും നോക്കിക്കാണുന്നത്. ഒന്നാമത്തെ കാര്യം, പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഇച്ചിരി ഒരു അവമതിപ്പോടു കൂടിയൊക്കെ സംസാരിക്കാൻ ആളുകൾ വ്യഗ്രത കൊള്ളുന്ന ഒരു കാലത്ത് ആളുകളോട് റൈറ്റ് ഓഫ് ചെയ്യുന്ന തരത്തിൽ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ച്, അവരുടെ വായനയെ സംബന്ധിച്ച്, അവരുടെ അറിവിനെ സംബന്ധിച്ച്, ചുറ്റുപാടിലേക്കും കണ്ണോടിക്കാനുള്ള അവരുടെ കപ്പാസിറ്റി കുറവിനെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ വിമർശനങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന കാലത്ത് അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് എനിക്ക് ഉറപ്പാണ്. അത് റാപ്പ് സംഗീതത്തിൻ്റെ അലയൊലികളും ഇതുപോലെ തിരമാല പോലെ നിലക്കാതെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മാത്രമല്ല, അയാളെ കേൾക്കാൻ ആളുകൾ വരുന്നത് ആ വരിയുടെ കാമ്പുകൾ കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാമ്പുള്ള വരികളെ കേൾക്കാൻ ആളുകൾ വരുന്നതാണ് എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ വില്ലുവണ്ടിയിൽ പായുന്ന മഹാന്റെ തലപ്പാവിൻ്റെ തിളക്കത്തെ പറ്റി പറയുമ്പോൾ സദസ്സിൽ നിന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ ചിത്രങ്ങൾ എടുത്തു കാണിക്കുന്ന ചെറുപ്പക്കാരെ കാണുമ്പോഴാണ് ഇവിടെ പാടുന്നതും അവിടെ അതിനോടുള്ള പ്രതികരണം കൂടെ ചേർന്ന് വരുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി ഈ കാലത്ത് ഏറ്റുപിടിക്കേണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ചടങ്ങിൽ പത്മപ്രഭ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണനെയും വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലിനെയും CC മുകുന്ദൻ MLA ആദരിച്ചു. അലോഷ്യസ് സേവിയർ പ്രശസ്തിപത്രം കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി വിഷ്ണു ആയുർവേദ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. 20ഓളം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബിൽ പങ്കെടുത്തു. രാവിലെ 11 മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ് ആരംഭിച്ചത്. റെയിൽവേ പോലീസ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്ലാഷ് മോബ് നടത്തിയത്. പ്രിൻസിപ്പാൾ ഡോക്ടർ കിരാതമൂർത്തി, ഡോക്ടർമാരായ ആദർശ്, ശ്രീനാഥ്, അനീഷ് എന്നിവർ ലഹരിക്കെതിരായ ബോധവൽക്കരണ സന്ദേശം നൽകി. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ മറന്ന് ലഹരി മരുന്നുകളുടെ പിന്നാലെ പായുന്ന ഒരു അവസ്ഥ വരും തലമുറയ്ക്ക് വളരെയധികം ഹാനികരമാണ്. നമ്മുടെ വരും തലമുറ നല്ല ലക്ഷ്യങ്ങൾ നേടുകയും നല്ല സംസ്കാരമുള്ള മനുഷ്യന്മാരെ മാറേണ്ടതും അത്യാവശ്യമാണ്. ഇതിന് നമ്മൾ വേണ്ടത്ര വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകർ, നാട്ടുകാർ, പാരന്റ്സ് എല്ലാവരും ഇതിന് ഒത്തുചേർന്ന് നമുക്ക് പരിശ്രമം ചെയ്യണം. അതിലേറ്റവും പ്രധാനമായ ഒരു പ്രവർത്തനമാണ് എല്ലാവരെയും ഇത് ബോധവാന്മാരാക്കുക എന്നുള്ളത്. അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ചെറുതുരുത്തി നീലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സ്റ്റേറ്റ് കമ്മിറ്റി അംഗം VK ഹാരിഫാബി ഉദ്ഘാടനം ചെയ്തു. അറിവുകൊണ്ട് എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഈ KSSPU അന്ന് രൂപീകൃതമായി. ഇന്നും അത് എത്രയൊക്കെ സംഘടനകൾ വീണ്ടും മുളച്ചു പൊന്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ സംഘടന തളരാതെ, അതിൻ്റെ ശക്തി ഒട്ടും കുറയാതെ ഓരോ വർഷവും അത് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? മറ്റ് സംഘടനകളിൽ പോയ ആളുകൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി വളരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ചില രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ചാൽ അതിൽ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടുകൂടി പലരും പല സംഘടനകളും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാൽ കൺവെൻഷൻ പതാക ഉയർത്തുകയും തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഗോവിന്ദൻ നവാഗതരെ പരിചയപ്പെടുത്തൽ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ പണിക്കർ നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങ് നടത്തി. യൂണിറ്റ് ട്രഷറർ K സുരേന്ദ്രൻ, മറ്റു നേതാക്കളായ P പരമേശ്വരൻ, P ഗോവിന്ദൻകുട്ടി, TU പ്രസന്ന, TV ശങ്കരൻകുട്ടി, NK ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി SM മുഹമ്മദ് ജാഫർ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണക്കാല പൂക്കൃഷിക്ക് തുടക്കമായി. തൈനടിയിൽ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ഏതാണ്ട് 200-ലധികം തൈകളാണ് ഇവിടെ അവർ പരിപാലിക്കാൻ വേണ്ടി പോകുന്നത്. ഓണമാകുമ്പോഴേക്കും ചെണ്ടുമല്ലി പൂവാണ് അവർ ഉദ്ദേശിക്കുന്നത്. നഗരസഭയിൽ തന്നെ വെച്ചുകൊണ്ടാണ് അവരിതിന് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ നഗരസഭയിലെ ജീവനക്കാർക്കും അതുപോലെ മറ്റുള്ളവർക്കുമെല്ലാം ഇതിൻ്റെ സൗകര്യം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കുടുംബശ്രീയുടെ ആളുകൾ, പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. നഗരസഭാ പരിസരത്ത് പുതുതായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് സമീപത്തായാണ് ചൊവ്വാഴ്ച രാവിലെ ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. 200ഓളം ചെണ്ടുമല്ലി തൈകളാണ് ഗ്രോ ബാഗുകളിലാക്കി ഇവിടെ കൃഷി ചെയ്യുന്നത്. വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ മേൽനോട്ടത്തിലാണ് ചെണ്ടുമല്ലി കൃഷി പരിപാലനം. ഓണവിപണി ലക്ഷ്യമിട്ടാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഓണക്കാലത്ത് കുറഞ്ഞ നിരക്കിൽ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ട് ചെണ്ടുമല്ലിപ്പൂക്കൾ എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് ഫർസാന സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, കൗൺസിലർമാരായ KS ശോഭന, T ലത, CC ഉഷാദേവി, നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധത്തിനിടയിലും വികസനവുമായി ഇടതു സർക്കാർ മുന്നോട്ടു പോകുന്നത് ഇച്ഛാശക്തി കൊണ്ടാണെന്ന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ CITU പാലക്കാട് അഞ്ചുവിളക്കിനു സമീപം നടത്തിയ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു K ബിനുമോൾ. കേരളത്തിൻ്റെ ജനകീയ ആവശ്യങ്ങളോട് കേന്ദ്ര സർക്കാർ മുഖം തിരിക്കുകയാണ്. നിർമ്മാണ മേഖലയുൾപ്പെടെയുള്ള മേഖലകളിൽ കുത്തകകളുടെ താൽപ്പര്യം മാത്രം സംരക്ഷിക്കുന്നതിലൂടെ തൊഴിലില്ലായ്മ രൂക്ഷമായി. നികുതി ഇനത്തിൽ കേരളത്തിന് ലഭിക്കേണ്ട തുക പോലും വെട്ടിക്കുറച്ചു. ചെറുകിട വ്യവസായ സംരംഭങ്ങളെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്നും K ബിനുമോൾ ആരോപിച്ചു. കേരളത്തിന് അനുയോജ്യമല്ലാത്ത പദ്ധതികൾ അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം നടപ്പാവില്ലെന്നും ബിനുമോൾ പറഞ്ഞു. കൃത്യമായിട്ടും പറയും എത്രയാണ് നിങ്ങളുടെ വേതനം, അല്ലേ? പുരുഷന് കൊടുക്കുന്ന വേതനം എത്ര, സ്ത്രീക്ക് കൊടുക്കുന്ന വേതനം എത്ര, അധ്വാനത്തിന്റെ ഭാരം പരിശോധിച്ചാലോ? അധ്വാനത്തിന്റെ ഭാരം നേരത്തെ പറഞ്ഞ പോലെയാണ്. രാവിലെ എണീറ്റ് വീട്ടിലെ എല്ലാ പണിയും ചെയ്തു വെച്ചാണ് നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് എത്താൻ. തൊഴിലിടങ്ങളിൽ എത്തിയാലോ രാവിലത്തെ ആദ്യത്തെ പണി തുടങ്ങുന്നത് കൺസ്ട്രക്ഷൻ മേഖലയിൽ സ്ത്രീകളാവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംശയമുണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും? എനിക്ക് സംശയമില്ല. ഞാൻ കാണാറുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വീട്ടിൽ വന്ന് പണിയെടുക്കുമ്പോൾ ആദ്യം അവർ ഇന്നലെ കെട്ടി വെച്ചു പോയ എന്ത് സംഗതിയാണോ അതിൽ വെള്ളം ഒഴുക്കൽ മുതൽ അവരുടെ പണി ആരംഭിക്കും. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം CG ഗീത അധ്യക്ഷത വഹിച്ചു. പഴനി, അംബുജം, ഹരിദാസ്, സുകുമാരൻ, അച്യുതൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മുള്ളൂർക്കര ഗവൺമെന്റ് LP സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് ഉദ്ഘാടനം ചെയ്തു. PTA, MPTA, SMC സ്റ്റാഫ്, രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ പ്ലക്കാർഡ് പിടിച്ച് മുള്ളൂർക്കര ടൗണിലെത്തി. തുടർന്ന് ലഹരി വിരുദ്ധ ഫ്ലാഷ് മോബ് ഗാനം ആലപിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു. PTA പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വടക്കഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസർ പ്രശാന്ത് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ലഹരി ബോധവൽക്കരണ ക്ലാസ് നടത്തി. ലഹരിക്ക് അടിമപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കാണുന്നത്. എല്ലാ കലാലയങ്ങളിലും ഇവരുടെ നീരാളിപ്പിടുത്തത്തിന്റെ കൈകളിലാണ്. അത് നമുക്ക് വിമുക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രയത്നിക്കണം. അത് നമ്മൾ മാത്രം ഈ സ്കൂളിലെ കുട്ടികളോ സ്കൂളിലെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ടീച്ചർമാരോ മാത്രം പ്രയത്നിച്ചാൽ മാത്രം പോരാ. നമ്മുടെ നാടും അതിനായിട്ട് ഉണരണം. നമ്മൾ എന്തും കാരണം നമ്മുടെ സ്കൂളിലെ പരിസരത്ത് ആരെങ്കിലും അതിന് തിരിഞ്ഞു നടക്കണമെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. സേ നോ ടു ഡ്രഗ് മെസ്സേജ് പതിപ്പിച്ച സ്റ്റിക്കറുകൾ സമീപപ്രദേശത്തെ കടകളിൽ പതിക്കുകയും കയ്യൊപ്പ് പതിപ്പിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രശാന്ത്, SMC ചെയർമാൻ അബ്ദുൾ ഹക്കീം, HM രജിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ കോൺഗ്രസ് നേതാവ് NK സുധീർ BJPയിലേക്ക്. സുധീർ തൃണമൂൽ വിട്ടു. പാർട്ടി വിടുന്ന കാര്യം PV അൻവറിനെ നേരത്തെ അറിയിച്ചിരുന്നെന്ന് NK സുധീർ. ദേശീയ പണിമുടക്ക്. ഐക്യദാർഢ്യവുമായി റെയിൽവേ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി. ഷൊർണൂരിൽ പ്രകടനവും പൊതുയോഗവും. അമ്മയുടെ മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് 6 വയസ്സുകാരന് ദാരുണാന്ത്യം. മരിച്ചത് പുലാശ്ശേരിക്കര സ്വദേശി കൃഷ്ണകുമാറിന്റെ മകൻ ആരവ്. വടനംകുറിശി ഗവൺമെന്റ് LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരവ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ വൈകിട്ട്. പ്രഥമ പ്രിയദർശിനി പുരസ്കാരം വേടന് സമ്മാനിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ വേടന്റെ പാട്ടിനും പറച്ചിലിനും ഏറെ പ്രസക്തിയുണ്ടെന്ന് ഷാഫി പറമ്പിൽ MP. അവാർഡ് സമർപ്പണം നടന്നത് തൃശൂർ സ്നേഹതീരം കടപ്പുറത്ത് വെച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.